ബൽഖ സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ 18 രാജ്യങ്ങളടങ്ങുന്ന കൊട്ടാരം വിട്ടതിന് പോന്നതിന് ശേഷം തൻ്റെ മകൻ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ വലുതായപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ വാപ്പ എവിടെയാണ്? വാപ്പ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹദിന് വേണ്ടി പ്രവേശിച്ചതാണ്, സുഹദിൽ പോയതാണ് മോനെ. അങ്ങനെ മകനും വളർന്ന് വലുതായപ്പോൾ വാപ്പയെക്കുറിച്ച് അന്വേഷിച്ച് പല ഭാഗങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് മക്കയിലും എത്തി. മക്കയിലെത്തിയെന്ന് മാത്രമല്ല, ഹജ്ജിൻ്റെ കാലമായപ്പോൾ എന്തായാലും അവിടെ വാപ്പ വരാതിരിക്കില്ല എന്നുള്ള നിലക്ക് അങ്ങനെ മക്കയിലെത്തുകയും മക്കയിലതാ ബൽഖയിൽ നിന്നും വന്ന ആളുകൾ തമ്പടിച്ചതായിരിക്കുന്ന കേന്ദ്രത്തിൽ ഒരു തമ്പിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ഖുർആൻ ഓതിക്കൊണ്ട് കരയുമ്പോൾ അവിടേക്കൊരു ഫക്കീർ കടന്നു വന്നു. ആ ഫക്കീർ പറഞ്ഞു, എന്തിനാണ് മോനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ ഒരു പിതാവ് സുഹദായിട്ടുണ്ട്, മുമ്പ് കാലത്ത് കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നതാണ്. ആ പിതാവിനെ തിരഞ്ഞ് അന്വേഷിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. ഹജ്ജിൻ്റെ കാലമാകുമ്പോൾ ഇവിടെ വരും എന്ന് എനിക്കറിയാം. അങ്ങനെ ഉടനെ തന്നെ ആ ഫക്കീർ ആ കുട്ടിയെയും തമ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുകയാണ്. നിൻ്റെ പിതാവിനെ ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾക്കുള്ള നേതാവാണ് നിൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫക്കീറായ മനുഷ്യൻ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു. എന്ന് മാത്രമല്ല, കുട്ടിയെ കണ്ട ഉടനെ എന്താണ് സംഭവിക്കുന്നത് രംഗം കവി വിവരിക്കുകയാണ്. തരുണം പിതാവോരെ ഉങ്ങളൊഴികയെ താലത്തിലാരും എനിക്കില്ലല്ലോ, ഭരണത്താലേറ്റം നിഅമത്തുണ്ടെന്നാലും ഭാവായേനിക്ക് സുഖമില്ലല്ലോ. ഇതാണ് മോനെ നിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് ഫക്കീർ പരിചയപ്പെടുത്തിയപ്പോൾ മഹാനായ ഇബ്രാഹിമിന് അത് തങ്ങൾ തന്നെ ഞെട്ടിത്തെറിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇതാ ഫക്കീർ കയ്യും പിടിച്ചു കൊടുത്തിരിക്കുന്നു. ഉടനെ തന്നെ മുത്തി നാറ്റി മണക്കുകയാണ്. എന്ന് മാത്രമല്ല, ഭരണത്താൽ ഏറ്റം നിഅമത്തുണ്ടെന്നാലും വാവായേനിക്ക് സുഖമില്ലല്ലോ. വാപ്പ പോകുന്നത് മുതൽ ഞാൻ വാപ്പയെ അന്വേഷിച്ച് പല നിലക്കും അന്വേഷിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഹജ്ജിൻ്റെ കാലമാകുമ്പോൾ മക്കയിൽ വരുമെന്നുള്ള വാർത്ത എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാപ്പ ഞാൻ ഇവിടെ എത്തിയത്. എന്താണ്, ഭരണമൊക്കെ സുഖം തന്നെയാണ്, പക്ഷേ അങ്ങയില്ലാത്ത ഭരണം എനിക്ക് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഉപ്പാ. മാത്രമല്ല, കരുണക്കാടലാരെ ലങ്കുമ്മീ പൂമുഖം കാണുമ്പോളൊന്നും ഹോശിയില്ലല്ലോ. അതുകൊണ്ട് വാപ്പാ, നിങ്ങൾ ബൽഖയിലേക്ക് തന്നെ തിരിച്ചു വരണം. അവിടുത്തെ മുഖം കാണാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഉപ്പാ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളോട്, അദ്ഹം എന്ന് പറയുന്ന കുട്ടി ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറയുകയാണ്. ഈ സമയം മണ്ണിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മന്നവനാണ് വിദൂരം എന്നും മീത് പോലെ ഏറിയ സങ്കടം എണ്ണിപ്പാറഞ്ഞ് കരയുന്നോരായി. അങ്ങനെ കുട്ടി പലതും പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെ വിശേഷങ്ങളും അതല്ലാത്തതുമൊക്കെ പറഞ്ഞ് വാപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിടുത്തം വിടാതെ സങ്കടങ്ങൾ എണ്ണിപ്പറയുക. അങ്ങനെ 100,000 സങ്കടങ്ങൾ കുട്ടി എണ്ണിപ്പറയുന്ന സമയത്ത് കണ്ണമ്പ രാദേവേസനി തേടുതിരു കണ്ണീരാൽ തമ്പൂട മങ്ങുന്നോരായി. അവരങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്ന് മാത്രമല്ല, കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ട് അവരുടെ ഉടുപുടവകളെല്ലാം നനഞ്ഞുപോയി എന്നാണ് ഇവിടെ കവി വിവരിക്കുന്നത്. അങ്ങനെ അന്ന് ആ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നവർ ആകയാല മുറ കൊള്ളുന്നോരായി.
മകനും വാപ്പയും കൂടിക്കാഴ്ച നടത്തുന്ന രംഗം കണ്ട് എല്ലാവരും അതാ കണ്ണിൽ നിന്നും വെള്ളമൊഴുക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഏതായാലും വാപ്പ പെട്ടെന്നിന് എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ പിടിച്ചുകൊണ്ട് മോനോടൊരു ചോദ്യമായിരുന്നു. എന്താണ് മോനോട് ചോദിച്ചതെന്നറിയണ്ടേ? തേനെ നീറയും തേപ്പും തേനെ ആരും തുമ്പുൽ ദൃഷ്ടിമൂഖം പൊത്തി ചോദിത്തോരായി മോനെ നീ ആരുടെ ദീനിലാം നീ പണ്ടും മുത്ത് നബിൻ്റെ മതത്തിലാമേ. വാപ്പ ചോദിക്കുകയാണ്, മോനെ. മഹാനായ കവി പറയുകയാണ്, തേനെ നിറയുന്നേ പൂൻ തേനെ അരുന്തുമ്പോൾ, അഥവാ ഒരു തേൻ നിറഞ്ഞതായിരിക്കുന്ന ഒരു പുഷ്പത്തിൽ നിന്നും വണ്ട് തേൻ നുകരുന്നത് പോലെ വാപ്പയും മകനും അതാ കൂടിച്ചേർന്നുകൊണ്ട് നാറ്റി മുത്തിമണത്തു. എന്ന് മാത്രമല്ല, വാപ്പ അവസാനമായി ഒരു ചോദ്യം ചോദിച്ചത് എന്താണ്? മോനെ, നീ ആരുടെ മതത്തിലാണ്, നീ ഏത് ദീനിലാണ് എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ മുത്ത് നബിൻ്റെ മതത്തിൽ തന്നെയാണ് ഉപ്പാ. അത് കേട്ടുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ മഹാനായ ഇബ്രാഹിം തങ്ങൾ പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ മാമിൽ മാത് നിന്ന് പാടിത്തോന്നി നാദരില്ലപ്പോൾ നഅമണ്ടോത്താറ്. രണ്ടാമത്തെ ചോദ്യം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തൻ്റെ അദ്ദേഹമാകുന്ന മകനോട് ചോദിച്ചത്, മോനെ, നീ ഇൽമു പഠിച്ചിരിക്കുന്നോ, നീ വിജ്ഞാനം നുകർന്നിരിക്കുന്നോ എന്ന ചോദ്യത്തിന് അതേ ഉപ്പ, ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട്, വിജ്ഞാനം നുകർന്നിട്ടുണ്ട് ഉപ്പാ. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മകൻ പറഞ്ഞപ്പോൾ ഓദിവാലിയാറ് അൽഹംദുലില്ലാ. അങ്ങനെ അല്ലാഹുവിനെ സ്തുതിച്ചു എന്ന് മാത്രമല്ല, പിന്നെ അവിടെയുണ്ടായ രംഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കവി വിവരിക്കും ഇൻഷാ അല്ലാഹ്.